നമ്മുടെ നായകൻ അബാക്കസ് പഠിച്ചതുകൊണ്ട് പാൽ കുടിക്കുന്ന വേഗത്തിലാണ് കണക്ക് കൂട്ടി പറയുന്നത്. അങ്ങനെ അവർ മായച്ചിയോടൊപ്പം വീട്ടിലേക്ക് പോവുകയായിരുന്നു. മായയാണ് ആരുമില്ലാത്ത ഇവരൊക്കെ നോക്കുന്നത്. മായയുടെ പണി ഒരു ന്യൂസ് ചാനലിലാണ്. അങ്ങനെ ഒരു ദിവസം അടുത്തുള്ള വീട്ടിൽ നിന്ന് എന്തൊരു ശബ്ദം കേട്ടതായി ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെ അവർ ഉള്ളിൽ ചെന്ന് കയറുന്നു. അവിടെ മനുഷ്യശവം കണ്ട് ഇയാൾ പേടിക്കുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ അതൊരു എനാറ്റമി ലാബായിരുന്നു. അവിടെ കണ്ടത് എടുത്തിയല്ലായിരുന്നു, ഒരാൾ ഉറങ്ങിക്കിടക്കുന്നതായിരുന്നു. അപ്പോഴേക്കും ആ വീട്ടിന്റെ ഓണർ രംഗപ്രവേശം ചെയ്യുന്നു. ശേഖർ ഒരു സയന്റിസ്റ്റ് ആയിരുന്നു. കുറച്ച് ദിവസം മുൻപ് മായയുടെ എല്ലാവർ വീട്ടിലേക്ക് വരുമ്പോൾ അവിടെ ഒരു കുഞ്ഞ് കിടക്കുന്നത് കണ്ടു. അങ്ങനെ അവൻ അന്വേഷിച്ച കുഞ്ഞിന്റെ അമ്മയെ കണ്ടുപിടിക്കുന്നു. എന്നാൽ ആരൊക്കെയോ ചേർന്ന് ആ സ്ത്രീയെ കൊന്നു കളഞ്ഞിരുന്നു. എന്നാൽ റോയിയെ അവർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. ശേഖറിന്റെ വീട്ടിൽ നിന്ന് പലതരത്തിലുള്ള പരീക്ഷണം നടക്കുന്നുണ്ട്. അങ്ങനെ മുയലിന് താൻ നിർമ്മിച്ച വെള്ളം കൊടുത്തപ്പോൾ അത് ഇൻവിസിബിളായി കഴിഞ്ഞു. ഇതൊക്കെ നമ്മുടെ ചെക്കൻ കാണുന്നുണ്ടായിരുന്നു. അതുപോലെ ആ ഗ്ലാസ് ഇട്ടാൽ അതിനെ കാണാൻ സാധിക്കും. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം മായയെ ചിലർ തട്ടിക്കൊണ്ടുപോയി. അതിനാൽ മായയെ രക്ഷിക്കാൻ അവൻ ആ വെള്ളം കുടിക്കുന്നു. അങ്ങനെ അവൻ ഇൻവിസിബിളായി മാറുന്നു. ശേഷം അവൻ മായയുള്ള വീട്ടിലേക്ക് എത്തുന്നു. പിന്നീട് നടന്നത് അവന്റെ ചില പണികളായിരുന്നു. അവിടെ വെച്ച് മായേച്ചിയോട് അവൻ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുന്നു. ശേഷം അവൻ വീണ്ടും ആ ലാബിലെത്തി വീണ്ടും ആ മരുന്ന് കുടിച്ചു. മായേച്ചിയുടെ കയ്യിലുള്ള സിംഗിൾ ഇവർക്കെതിരെയുള്ള പല കാര്യങ്ങളുമുണ്ട്. അതിനാലാണ് ഇവർ മായേച്ചിയെ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത്. അങ്ങനെ അവൻ മരുന്ന് കൂടുതൽ കുടിച്ചത് കാരണം വിസിബിൾ ആവാതെയായി. അങ്ങനെ എല്ലാവർക്കും നല്ല വിഷമം ആയി. അതിനിടയിൽ ഇവരെല്ലാം ചേർന്ന് റോയിയെ പുറത്തു കൊണ്ടുവരുന്നുണ്ട്. ഒടുവിൽ ഡോക്ടർ ശേഖർ എത്തി പരിശോധിക്കുന്നു. അങ്ങനെ മെമ്മറി കാർഡ് ചൊല്ലി വീണ്ടും തർക്കമുണ്ടാവുന്നു. അങ്ങനെ നമ്മുടെ നായകന് വെടിയേൽക്കുന്നു. ആ വെടിയുണ്ട കാരണം അവൻ വളരാൻ ആരംഭിച്ചു. അവൻ തൻ്റെ ശത്രുക്കളെ കൊല്ലാൻ തിരിച്ചു. ശേഷം അവരത് സാധിക്കുന്നു. കുറച്ചു സമയം അവൻ്റെ അഴിഞ്ഞാട്ടമായിരുന്നു. അങ്ങനെ അവസാനം തനിക്ക് പഴയ രൂപം ആവില്ല എന്നറിഞ്ഞതുകൊണ്ട് അവൻ സ്വയം കടലിലേക്ക് ഇറങ്ങി പോവുകയാണ് ഉണ്ടായത്.